ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന NCERT ആണ്. NCERT ഞാൻ എല്ലാ ചാപ്റ്റേഴ്സും എടുക്കുന്നില്ല. നമുക്ക് പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ടത്, അതായത് സ്കിപ്പ് ചെയ്യാതെ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ +1 ജോഗ്രഫിയിലെ ഫസ്റ്റ് വരുന്ന ഒരു യൂണിറ്റ് ആണ് ഇന്ത്യ സ്ഥാനം എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നുണ്ട്. അതധികം പഠിക്കാനായിട്ടില്ല, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും NCERTയിൽ കുറച്ചധികം പോയിന്റ്സും കൂടെ വരുന്നുണ്ട്, അതും നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഭൂപ്രകൃതി, ആ ഒരു ഭാഗത്ത് നിന്ന് നന്നായിട്ട് PSC ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഘടനയും ഭൂപ്രകൃതിയും അതുപോലെ തന്നെ നീരൊഴുക്ക് വ്യൂഹം, ഈ രണ്ട് ഈ ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ കാലാവസ്ഥ, നൈസർഗിക സസ്യജാലങ്ങൾ, മണ്ണ്, ഈ മണ്ണിൻ്റെ ഭാഗത്ത് നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ പ്രകൃതിക്ഷോഭങ്ങളും പ്രകൃതി ദുരന്തങ്ങളും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ഈ ഒരു ആദ്യത്തെ 2 ചാപ്റ്ററാണ്. ഈ ഘടനയും ഭൂപ്രകൃതിയും ഇമ്പോർട്ടൻ്റ് ആണ്, നീരൊഴുക്ക് വ്യൂഹം ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഇന്ത്യൻ ജോഗ്രഫി നമുക്ക് ബേസ് തൊട്ടില്ല, ഇന്ത്യ സ്ഥാനം തൊട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് പ്രധാനമായിട്ടും വരുന്ന നെക്സ്റ്റ് ചാപ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശിലകളും ധാതുക്കളും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വരുന്നുണ്ട്, അത് നമുക്ക് നോക്കണം. പിന്നെ അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ +2 ഒരു ഗതാഗതം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വരുന്നുണ്ട്, ആ ഒരു ചാപ്റ്ററും കൂടി നോക്കണം. ഓക്കെ, അതാണ് നമുക്ക് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ടത്. നമുക്ക് എല്ലാം അങ്ങോട്ട് വാരി വലിച്ച് പഠിക്കണമെന്നില്ല, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം പഠിച്ചു പോകാം. കാരണം നമുക്ക് NCERT ആണെങ്കിൽ നമുക്കറിയാം SCERT തന്നെ കുറച്ചധികം പഠിക്കാനായിട്ടുണ്ട്, അതിനേക്കാളും കുറച്ചും കൂടി ഡീപ്പായിട്ടായിരിക്കും NCERTയിൽ വന്നിട്ടുണ്ടായിരിക്കാം. SCERTയിൽ പഠിച്ച കുറച്ച് പോയിന്റ്സ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിൽ, എന്നാലും എന്താണ് കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ചാപ്റ്റേഴ്സാണ് ഇതിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ NCERT ചാപ്റ്റേഴ്സ് നമുക്ക് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ 10th പ്രിലിംസിൽ ചോദിച്ച ചോദ്യങ്ങൾ ജോഗ്രഫിയുടെ സോഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, സയൻസ് 2 സ്റ്റേജിലും നടന്ന ചോദ്യങ്ങൾ നമ്മൾ കമ്പയർ ചെയ്തിട്ട് അനലൈസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കാണാതിട്ടുണ്ടെങ്കിൽ പോയി കാണാം. കാരണം നമ്മളതിൽ ഓരോ ക്വസ്റ്റിനും ഏത് ഭാഗത്തു നിന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്നാണുള്ള SCERT ചാപ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയിലാണെന്നുണ്ടെങ്കിലും 2 സ്റ്റേജിലും കോമൺ ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതും ആ ക്ലാസ്സും ഇട്ടിട്ടുണ്ട്, പോയി കാണാതിട്ടുണ്ടെങ്കിൽ പോയി കാണാം. അതുപോലെ തന്നെ ഇഷ്ടപ്പെടാണ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു NCERT ചാപ്റ്റേഴ്സ് വേണമെന്ന് പറഞ്ഞിട്ട്, അതിനാലാണ് നമ്മൾ ഈ NCERT ചാപ്റ്റേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് വേണം കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഇന്ത്യ സ്ഥാനം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഇന്ത്യയെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ വിവിധ തരം ഭൂപടങ്ങൾ നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ കണ്ടിരിക്കുമല്ലോ. ചിത്രം 1.1 തന്നിരിക്കുന്ന ഇന്ത്യയുടെ ഭൂപടം സൂക്ഷ്മമായി നിരീക്ഷിക്കുക. ഇന്ത്യയുടെ തെക്കറ്റത്തെയും വടക്കറ്റത്തെയും അക്ഷാംശങ്ങളും